കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു പുതിയ യുഗപ്പിറവിയാണ്. അഹങ്കാരത്തിന്റെയും താൻ പോരിമയുടെയും 10 വർഷത്തെ ഭരണത്തിന് ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിനു ശേഷം പിണറായി വിജയൻ അടച്ചുപൂട്ടിയ കോട്ടകളുടെ ഗേറ്റുകൾ ഓരോന്നായി ചവിട്ടി തുറന്ന് വി.ഡി. സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി നിയമസഭയിലേക്ക് ആദ്യമായി ചുവടുവെക്കുകയാണ്. കേരളം മുഴുവൻ അത്യന്തം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണിന്ന്. എന്നാൽ ഇന്ന് സഭയിലേക്ക് എത്തുന്നതിന് മുൻപ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ സഭയുടെ നടുത്തളത്തിൽ വെച്ച് ശ്വാസം മുട്ടിക്കാൻ വി.ഡി. സതീശനൊരുക്കിയ ഒരു അത്യപൂർവ കെണിയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം സഭയിൽ രാജാവായി വാണ പിണറായി വിജയന് ഇന്ന് 8ന്റെ പണിയാണ് സഭയിൽ കാത്തിരിക്കുന്നത്. വ്യാഴാഴ്ചയായി ഇന്ന് നിയമസഭയിൽ പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. ഇവിടെയാണ് സതീശനൊരുക്കിയ ആ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. അക്ഷരമാല ക്രമത്തിലാണ് ഇന്ന് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യാനായി വേദിയിലേക്ക് എത്തുന്നത്. ഈ ക്രമമനുസരിച്ച് 1-ാം നമ്പർ സീറ്റിലേക്ക് വി.ഡി. സതീശൻ നടന്നു കയറുമ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം സഭയെ വിറപ്പിച്ച പിണറായി വിജയന് 2-ാം നമ്പർ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന അത്യപൂർവവും നാടകീയവുമായ കാഴ്ചക്കാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വി.ഡി. സതീശൻ ഒരുക്കിയ ഈ കെണിയിൽ വീണ് പുതിയ ഭരണാധികാരിക്ക് മുന്നിൽ പിണറായി വിജയന് തലകുനിക്കേണ്ടി വരുന്ന കാഴ്ച CPM കേന്ദ്രങ്ങളെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സഭ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് കോട്ടയായ അമ്പലപ്പുഴയിൽ നിന്നും UDF പിന്തുണയോടെ സ്വതന്ത്രനായി ജയിച്ചു കയറിയ CPM-ന്റെ മുൻ കരുത്തൻ G. സുധാകരനാണ്. പുതിയ സഭയുടെ പ്രോട്ടേം സ്പീക്കറായി രാജ്ഭവനിൽ ഗവർണർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത G. സുധാകരന്റെ മുന്നിലേക്കാണ് ഇന്ന് പിണറായി വിജയന് നടന്നു കയറേണ്ടി വരുന്നത്. പിണറായി വിജയൻ തനിക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും താനില്ലെന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ടെങ്കിലും സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയം കലുഷിതമാണ്. തന്നെ ആരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലെന്നും താൻ രാജിവെച്ചതല്ലെന്നും വ്യക്തമാക്കിയ സുധാകരൻ 63 വർഷത്തെ പ്രവർത്തനത്തിനു ശേഷം പാർട്ടിയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതെന്ന് തുറന്നടിച്ചിട്ടുണ്ട്. മാത്രമല്ല CPM-ന്റെ ഈ വൻ തകർച്ചയുടെയും പരാജയത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് സുധാകരൻ തുറന്നു പറഞ്ഞത് പിണറായിക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. പുതിയ പ്രോട്ടേം സ്പീക്കർ G. സുധാകരൻ സഭ നിയന്ത്രിക്കുമ്പോൾ ഔദ്യോഗിക സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാനെയും എത്തിച്ച് സഭ പൂർണ്ണമായി പിടിച്ചെടുക്കാനാണ് UDF നീക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ചേരുന്ന സുപ്രധാന മന്ത്രിസഭാ യോഗം പിണറായി വിജയന്റെ മുൻകാല ഭരണത്തിന്റെ നെഞ്ചത്തടിക്കുന്ന തീരുമാനങ്ങളാണ് കൈക്കൊള്ളാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ അഴിമതികളും ധൂർത്തും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന ധവളപത്രം ഇറക്കാനും പിണറായി വിജയന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സിൽവർ ലൈൻ കേരയിൽ പദ്ധതി ഔദ്യോഗികമായി തന്നെ അറബിക്കടലിൽ ഒഴുക്കി റദ്ദാക്കാനും ഈ മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. കൂടാതെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കലും ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുന്ന പദ്ധതിയുടെ മാർഗരേഖ തയ്യാറാക്കലും വഴി ആദ്യ ദിവസം തന്നെ ജനപ്രിയ ഭരണത്തിന്റെ വിശ്വരൂപം കാട്ടാനാണ് സതീശന്റെ പുറപ്പാട്. സഭയ്ക്കുള്ളിൽ വി.ഡി. സതീശൻ ഇങ്ങനെ കെണിയൊരുക്കുമ്പോൾ സഭയ്ക്ക് പുറത്ത് AKG സെന്ററിലും CPM ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ കനത്ത ആഭ്യന്തര യുദ്ധമാണ് പുകയുന്നത്. ചരിത്രത്തിലില്ലാത്ത വിധം പാർട്ടി തകർന്നടിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിണറായിയും ഗോവിന്ദനും പദവികൾ ഒഴിഞ്ഞുകൂടെ എന്ന ചോദ്യം താഴെത്തട്ടിൽ നിന്ന് കനത്തു കഴിഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്തം പാവം താഴെത്തട്ടിലുള്ള അണികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തെ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് അണികൾ. ജനപ്രിയരായ നേതാക്കളെ പ്രായപരിധിയുടെയും ടേം വ്യവസ്ഥകളുടെയും പേര് പറഞ്ഞ് വെട്ടിനിരത്തിയതാണ് പാർട്ടിയുടെ അടിത്തറ തകർത്തതെന്ന് ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു. വ്യക്തിപൂജയിലും അധികാര കേന്ദ്രീകരണത്തിലും മയങ്ങിപ്പോയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും മറവിച്ച അവസ്ഥയിലാണെന്നും ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ പിണറായി വിജയൻ നടത്തിയ പദപ്രയോഗങ്ങളും MV ഗോവിന്ദന്റെ ന്യായീകരണ പത്രസമ്മേളനങ്ങളുമാണ് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയതെന്നും അണികൾ പരസ്യമായി പറയുന്നുണ്ട്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വർഗീയ സംഘടനകളോട് പരോക്ഷമായി വിട്ടുവീഴ്ച ചെയ്തത് പാർട്ടിയുടെ പരമ്പരാഗത ഇടതുപക്ഷ മതേതര അടിത്തറയിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നും ഈ അപജയത്തിന് പരിഹാരം പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും നേതൃമാറ്റം മാത്രമാണെന്നും താഴെത്തട്ടിൽ മുറവിളി ഉയരുമ്പോഴും പാർട്ടി സംസ്ഥാന സമിതിയിലെ പ്രമുഖ നേതാക്കൾ ഇപ്പോഴും ഭയത്തിന്റെയും വിധേയത്വത്തിന്റെയും നിഴലിലാണ്. പിണറായി വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള ഭയം കാരണം ഉന്നത തലത്തിൽ തിരുത്തൽ പ്രക്രിയകൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്.
ഇങ്ങനെ പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപോലെ പ്രതിരോധത്തിലായ 10 വർഷം കേരളം ഭരിച്ച രാജാവിനെ അക്ഷരമാല ക്രമത്തിന്റെ കെണിയിൽപ്പെടുത്തി സഭയുടെ 2ാം നമ്പർ സീറ്റിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് കേരള നിയമസഭയിൽ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ്. ഈ അധികാര കൈമാറ്റവും രാഷ്ട്രീയ പോരാട്ടവും വരും ദിവസങ്ങളിൽ കേരളത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.